Question number 66. The weight of a body on the surface of the earth is 100 Newton. അതായത് എർത്തിന്റെ സർഫസിലുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് വെൻ ടേക്ക് അറ്റ് എ ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ഈക്വൽ ടു 1/4 ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ്. അപ്പൊ എന്തോ പറഞ്ഞിട്ടുള്ളത്, ഒരു വെയിറ്റ് 100 ന്യൂട്ടൺ ആണ് എങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര ഹൈറ്റിലോട്ട് അത് പോയിട്ടുള്ളത്, 1/4 ദ റേഡിയസ് ഓഫ് ദി എർത്ത് ഹൈറ്റിലോട്ട്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തുവാ, r/4ലാണ്. അപ്പോൾ ഉള്ള എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവിടെയുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അവിടെയുള്ള ന്യൂട്ടൺ എത്ര ന്യൂട്ടൺ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അവിടുത്തെ വെയിറ്റ് കണ്ടുപിടിച്ചാലും മതി. വെയിറ്റ് എന്തിന് ഈക്വൽ ആവും, ഫോഴ്സിന് ഈക്വൽ ആവുമല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് എത്രയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 1/4 ഓഫ് റേഡിയസ് എന്ന് പറയുമ്പോൾ r/4 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തുവാ, ജി ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, gr² ഡിവൈഡഡ് ബൈ r+h². ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് h, gh ഈസ് ഈക്വൽ ടു gr² ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും, ഇവിടെ r+h വരെ എന്തിട്ട് കൊടുക്കാം, r/4² എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് gr² ഡിവൈഡഡ് ബൈ r+r/4 എന്ന് പറയുമ്പോൾ എത്ര വരും, 5r/4 ഈസ് ഈക്വൽ ടു gr² ഡിവൈഡഡ് ബൈ 25r² ഡിവൈഡഡ് ബൈ 60. r² വെട്ടിപ്പോവും. എത്ര കിട്ടും, 16g/25 എന്ന് കിട്ടും. എത്ര കിട്ടൂടാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര കിട്ടും, 16g/25 അല്ലെങ്കിൽ 16/25g എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ എന്താ, w' കണ്ടുപിടിച്ചാൽ മതി, mg'. ദാറ്റ് ഈസ് m ഇൻറ്റു g' എന്തുവാ, 16g/25. ഇതിനെ എങ്ങനെ എഴുതാം, 16/25 mg എന്ന് എഴുതാം. ഏതിക്കൂടെ, ഈ mg എന്ന് പറയുന്നത് എന്താ, സർഫസ് ഓഫ് എർത്തിലെ ആ ബോഡിയുടെ വെയിറ്റ് അല്ലേ. അത് എത്രയും തന്നിട്ടുണ്ട്, 100 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം, 16/25 ഇൻറ്റു 100 എന്ന് എഴുതാം. ഈ 125 വെട്ടി ഇവിടെ 4 കിട്ടും. 16 ഇൻറ്റു 4 എത്ര വരും, 64 ന്യൂട്ടൺ. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 67. ദി വെയിറ്റ് ഓഫ് ദി ബോഡി ഓൺ ദി എർത്ത് ഈസ് 400 ന്യൂട്ടൺ. ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ സർഫസിൽ 400 ന്യൂട്ടൺ ആണ്. ദെൻ വെയിറ്റ് ഓഫ് ദി ബോഡി വെൻ ടേക്കൺ ടു ഡെപ്ത് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് വിൽ ബി. ഒരു ഡെപ്ത് ഡി ഇല്ല, അത് എത്രയാ, ഡി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, r/2. ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് എർത്ത് അല്ലേ, r/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബോഡിയുടെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ g' ഇക്വേഷൻ എന്തോ, g ഇൻറ്റു 1 - d/r. ദാറ്റ് ഈസ് g ഇൻറ്റു 1 - d എന്തുവാ, r/2 ഡിവൈഡഡ് ബൈ r. r ക്യാൻസൽ ആയ എന്ത് കിട്ടും, g ഇൻറ്റു 1 - 1/2 എന്ന് കിട്ടും. അത് എത്രയാടാ, g/2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ g' എത്ര കിട്ടി, g/2 കിട്ടി. w ഈസ് ഈക്വൽ ടു എന്തുവാ, mg' ഈസ് ഈക്വൽ ടു mg/2 എന്ന് എഴുതാം. എഴുതിക്കൂടെ, mg/2 എന്ന് എഴുതിയാൽ mg എത്രയാടാ, mg എന്ന് പറയുമ്പോൾ എത്ര, സർഫസ് ഓഫ് എർത്തിൽ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 400 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവിടെ എന്ത് എഴുതാം, 400/2 വരത്തില്ലേ, /2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുവാടാ, 200 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 200 ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 68. If the radius of the earth shrinks by 2% while its mass remains same, its acceleration due to gravity on the earth's surface will approximately. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി എർത്ത് സർഫസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഓഫ് എർത്ത് എത്ര ഷ്രിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2% ഷ്രിങ്ക് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ, g ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r² എന്നാണ് ഇക്വേഷൻ. ഡെൽറ്റ g/g ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2 ഇൻറ്റു ഡെൽറ്റ r/r ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 2 ഇൻറ്റു ഷ്രിങ്ക് ചെയ്യുന്ന എത്രയാണ്, 2% ആണ്. അപ്പൊ 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 4% എന്ന് കിട്ടും. ഇത് ഡിക്രീസ് ബൈ 4% ആണോ ഇൻക്രീസ് ആണോ, ഇവിടെ r² താഴെയല്ലേ കിടക്കുന്നത്. ഇത് കുറയുമ്പോൾ ഇത് ന്യൂമറേറ്റർ എന്തെങ്കിലും കൂടും. അപ്പൊ എന്തുവാ, ഇൻക്രീസസ് ബൈ 4%. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 69. An object is taken to a height above the surface of earth at a distance 5/4 r from the center of the earth. എർത്തിന്റെ സെന്ററിൽ നിന്ന് 5/4 r എന്തോ ഡിസ്റ്റൻസിലോട്ട് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, ഹൈറ്റിലോട്ട് കൊണ്ടുപോവാണ്. Where the radius of earth r is equal to 6400 kilometer. റേഡിയസ് ഓഫ് എർത്ത് എത്രയാണ് തന്നിട്ടുണ്ട്, 6400 ആണ് തന്നിട്ടുണ്ട്. ഇത് പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് വിൽ ബി. പെർസെൻറ്റേജ് ഡിക്രീസസ് ഇൻ ദ വെയിറ്റ്, വെയിറ്റിലുണ്ടായ പെർസെൻറ്റേജ് ഡിക്രീസ് എത്രയാണെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ.
ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ജി ഡാഷ് കണ്ടുപിടിക്കണം. അപ്പൊ ജി എച്ച് എത്രയായിരിക്കും? എന്ത് ഇക്വേഷൻ വരുന്നത്? ഇവിടെ റേഡിയസ് ഹൈറ്റിന്റെ ടേംസിൽ എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? കാരണം എന്താ, ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിനേക്കാളും വളരെ കുഞ്ഞൊന്നല്ല. അപ്പൊ ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇവിടുന്ന് ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കി ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ 5/4 ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം തന്നിട്ടുണ്ട് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർഫസ് ഓഫ് എർത്ത് എന്നല്ല, സെന്റർ ഓഫ് ദി എർത്തിനെ എത്രയാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ എന്ത് തന്നിട്ടുള്ളത്? 5/4 ആർ എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/4 ആർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാടാ? ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. ആർ സ്ക്വയറും വെട്ടിയ 16g/25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ജി എച്ച് എത്ര കിട്ടി? 16 ഡിവൈഡ് ബൈ 25 ഇൻറ്റു ജി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വെയിറ്റ്. വെയിറ്റിലെ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ എം ജി ആണ് അല്ലേ? ഇവിടെ എന്തോ മാറുന്നത്? ജി ആണ് മാറുന്നത്. ജി അല്ലേ മാറുന്നത്? അപ്പൊ പെർസെൻറ്റേജ് ഡിക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തെടുത്താൽ മതി? ജിയുടെ പെർസെൻറ്റേജ് ഡിക്രീസ് എടുത്താൽ മതി. അതായത് ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എടുത്താൽ മതി. വെയിറ്റിന്റെ പെർസെൻറ്റേജ് ഡിക്രീസ് കണ്ടുപിടിക്കും. കാരണം എം എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എങ്ങനെ ചെയ്യൂടാ? ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ത് ചെയ്യും? ജി എച്ച് മൈനസ് ഫൈനൽ ജി എച്ച് മൈനസ് ഇനിഷ്യൽ ജി ഡിവൈഡഡ് ബൈ എന്തുവാണ്? ഇനിഷ്യൽ ഇൻറ്റു 100. ഇതെടുത്താൽ പോലെ ജി എച്ച് എത്രയാ? 16g/25 മൈനസ് ജി ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 100. ഇപ്പൊ ഇത് എത്ര കിട്ടും? ഈ ജി എല്ലാം ക്യാൻസൽ ആയി പോകും. 16/25 മൈനസ് 1 എന്ന് വരും. 16/25 മൈനസ് 1 ഇൻറ്റു 100. ഇത് എത്ര കിട്ടും? 16 ബൈ മൈനസ് 25, അത് -9 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 എന്ന് വരും. ഈ 25ഉം 100ഉം വെട്ടിയ 4 കിട്ടും. എത്ര കിട്ടും? -36 എന്ന് കിട്ടും അല്ലേ? -36% എന്ന് കിട്ടും. -36% എന്ന് പറയുമ്പോൾ അത് ഡിക്രീസ് ആയെന്ന അർത്ഥം. ആ ഡിക്രീസ് ആയത് എത്ര പെർസെൻറ്റേജാ? 36%. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമ്മുടെ വെയിറ്റിന്റെ പെർസെൻറ്റേജ് ഡിക്രീസ് ചോദിച്ചത്. വെയിറ്റിന്റെ ഇക്വേഷൻ എം ജി ആണ്, എം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ജിയുടെ പെർസെൻറ്റേജ് ഡിക്രീസ് എടുത്താൽ മതി. അത് ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36% എന്ന് കിട്ടി. ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു? ഈ ഡിസ്റ്റൻസ് തന്നിട്ടുള്ള സെന്റർ ഓഫ് എർത്തിൽ നിന്നാണ്. അപ്പൊ ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ ആണ് ഈ 5/4 ആർ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The value of acceleration due to gravity at the Earth's surface is 9.8 meter per second square. അതായത് എർത്തിന്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ആണ്. ഇത് ആൾട്ടിറ്റ്യൂഡ് എബോവ് ഇറ്റ് സർഫസ് അറ്റ് വിച്ച് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ടു 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ക്ലോസ് ടു. അതായത് എത്ര ഹൈറ്റ് മുകളിൽ ചെല്ലുമ്പോഴാണ് അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ആവുന്നതെന്ന ക്വസ്റ്റ്യൻ. 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവുന്നതെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിഷ്യലി ജി ആയിരുന്നു, അത് എന്താവണം? g/2 ആവണം. അതായത് ഇത് 9.8, ഇത് 4.9 എന്ന് പറഞ്ഞാൽ അത് എത്രയാവണം? g/2 ആവുമ്പോൾ ഉള്ള ഹൈറ്റ് എത്രയാന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തുവാടാ? ജി എച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ജി എച്ച് എന്ന് പറയുന്നത് എന്തുവാടാ? ഹൈറ്റിലുള്ളത് എത്രയാ? 4.9. അല്ലെങ്കിൽ നമുക്ക് അതിന് g/2 എന്നങ്ങ് എഴുതാം. അപ്പൊ ഈ ജി വെട്ടി പോലോ. g/2 ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഈ ജി എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇവിടുന്ന് 1/2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിടത്ത് സ്ക്വയർ റൂട്ട് എടുക്കാം. 1/2ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 1/√2 ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. ഇവിടുന്ന് ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2r എന്ന് കിട്ടും. ഇവിടുന്ന് h ഈസ് ഈക്വൽ ടു എന്ത് വരും? √2r മൈനസ് ആർ എന്ന് വരും. ഇവിടുന്ന് h ഈസ് ഈക്വൽ ടു √2 മൈനസ് 1 ഇൻറ്റു ആർ എന്ന് എഴുതിക്കൂടെ? √2 എന്ന് പറഞ്ഞാൽ എന്തോ 1.414r മൈനസ് ആർ ആണ്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? h ഈസ് ഈക്വൽ ടു 0.41r എന്ന് കിട്ടും. 1.41 എന്ന് അറിയുന്ന ഒരാറ് പോയാൽ ബാക്കി 0.41r ഈസ് ഈക്വൽ ടു 0.41 ഇൻറ്റു ആർ എത്രയാ? 6.4 ഇൻറ്റു 10⁻⁶. അപ്പൊ 6.4 ഇൻറ്റു 10⁻⁶. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ അറൗണ്ട് 2.6 എന്ന് കിട്ടും. അപ്പൊ 2.6 ഇൻറ്റു 10⁻⁶ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 71. At what distance from the center of the earth the value of acceleration due to gravity g will be half that on the surface of the earth?
അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ജി എച്ച് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? G/2 ആണ് തന്നിട്ടുണ്ട്. ഹാഫ് ആണ് മുമ്പുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇവിടുന്ന് ജിയും ജിയും ക്യാൻസൽ ആയ 1/2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/√2 ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാടാ? ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? √2r എന്ന് എഴുതിക്കൂടെ? ഈ ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ അല്ലേ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഹൈറ്റ് എത്ര ആവുമെന്നല്ല, സെന്റർ ഓഫ് എർത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്. സെന്റർ ഓഫ് എർത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തോ ഉദ്ദേശിക്കുന്നത്? ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ ഉദ്ദേശിക്കുന്നത്. കാരണം സെന്റർ ഓഫ് ദി എർത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആറും ഉണ്ട്, പിന്നെ ഒരു എച്ചും ഉണ്ട്. ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർ പ്ലസ് എച്ച് എത്രയെന്ന് കിട്ടി? √2r എന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് √2 ഇൻറ്റു ആർ എത്ര? √2 ഇൻറ്റു ആർ. √2 എന്ന് പറയുമ്പോൾ എത്രയാ? 1.414r എന്ന് കിട്ടും അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാതെ പെട്ടെന്ന് എച്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ എച്ചിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് 0.414r എന്ന്. എങ്കിൽ അതെന്ത് ചെയ്യും? നമുക്ക് -1 മാർക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സെന്റർ ഓഫ് ദി എർത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കണം? ആർ പ്ലസ് എച്ചിന്റെ വാല്യൂ എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 72. A particle hanging from a spring stretches it by 1 cm at the earth's surface. Radius of earth is 6400 km. At a place 800 km above the earth's surface, the same particle will stretch the spring by. അപ്പൊ എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എർത്തിന്റെ സർഫസിൽ നിന്നാണെങ്കിൽ എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഹാങ് ചെയ്യുമ്പോൾ സ്പ്രിങ്ങിന് സ്ട്രെച്ച് ഉണ്ടാവുന്നത്. ഒരു 800 കിലോമീറ്റർ സർഫസ് എബോവ് ദി സർഫസ് ഓഫ് എർത്തിൽ നിന്നാണ് അത് ഹാങ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് അതിന്റെ സ്ട്രെച്ചിങ് എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്ന ഫോഴ്സ് എന്തുവാ? mg. അത് അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തുവാ? kx. അപ്പൊ kx എന്തിന് ഈക്വൽ ആവണം? mgക്ക് ഈക്വൽ ആവണം ബാലൻസ്ഡ് കണ്ടീഷൻ. ഇവിടുന്ന് ഈ കെയും എമ്മും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ g ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? നമുക്ക് x എന്ന് പറയാം. പോരെ? അപ്പം ഫസ്റ്റ് കേസിൽ ജി എന്തിന് പ്രൊപ്പോർഷണൽ? സർഫസ് ഓഫ് എർത്തിൽ ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 സെന്റിമീറ്റർ. അപ്പോഴുള്ള സ്ട്രെച്ച് 1 സെന്റിമീറ്റർ ആണ്. സെക്കൻഡ് കേസിൽ ജി ഡാഷ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇവിടുത്തെ എക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം അതിന് എന്ത് വേണം? ജി ഡാഷ് വേണം. അപ്പൊ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തോ? ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടുന്ന് ജി ഇൻറ്റു ആർ എത്രയാടാ? 6400. അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടും? 6400 പ്ലസ് 800 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് ജി ഇൻറ്റു ഇതിനെ 64 സ്ക്വയർ ഇൻറ്റു എന്നെന്ന് എഴുതാം? 100 സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 70. 64ഉം 8ഉം കൂടെ കൂട്ടി 7200 കിട്ടുന്നത്. അപ്പൊ 72 സ്ക്വയർ ഇൻറ്റു എന്ത് എഴുതാം? 100 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടുന്ന് 100 സ്ക്വയർ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പൊ ഇതെന്ത് കിട്ടും? ജി ഇൻറ്റു 64 സ്ക്വയറിന് 64 ഇൻറ്റു 64 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 72ന്റെ സ്ക്വയറിന് 72 ഇൻറ്റു 72 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് രണ്ടും കൂടെ വെട്ടിയാ എത്ര കിട്ടും? ഇവിടെ 32ഉം കിട്ടും, ഇവിടെ എത്ര കിട്ടും? 36ഉം കിട്ടും. ഇവിടെയും 32 കിട്ടും, ഇവിടെ 36ഉം കിട്ടും. പിന്നെ ഇതിനെ വെട്ടിക്കൂടെ എത്ര കിട്ടും? ഇവിടെ 16 കിട്ടും, ഇവിടെ 18 കിട്ടും. ഇവിടെയും 16 കിട്ടും, ഇവിടെ 18 കിട്ടും. പിന്നെ വെട്ടിയാലോ 8 കിട്ടും, 9 കിട്ടും. ഇവിടെ 8 കിട്ടും, 9 കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ജി ഇൻറ്റു 8 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 9 എന്ന് വരും അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 64g/81 എന്ന് കിട്ടും. കിട്ടിയില്ലേ? അപ്പൊ ജി ഡാഷ് എത്ര കിട്ടി? 64g/81. അപ്പൊ എനിക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? 64g/81 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. ഇനി എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2/1 എടുക്കാം. 2/1 എടുക്കുമ്പോൾ എന്ത് വരും? 64g/81 ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു x/1 എന്ന് കിട്ടും. ഈ ജിയും ജിയും ക്യാൻസൽ ആയ എക്സ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടൂടാ? 64/81 സെന്റിമീറ്റർ എന്ന് കിട്ടും. 64/81 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്രയാ? 0.79 സെന്റിമീറ്റർ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 73. 4 spheres each of mass m form a square of side D. A fifth sphere of mass m is situated at the center of the square. The total gravitational potential energy of the system will be. ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? -gmm/r² ആണ് അല്ലെ? -gmm/r² അല്ല, -gmm/r. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ.
അപ്പൊ ഇവിടെ ആദ്യം എത്ര സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ, എത്ര നമ്പർ ഓഫ് സിസ്റ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം. ഈ മാസം ഇവരും തമ്മിൽ എത്ര ഉണ്ട്? 1, ഇത് 2, ഇത് 3, ഇത് 4, ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇനി വേറെ എങ്ങനെ ഉണ്ടടാ? ഈ 2 മാസം തമ്മിൽ ഒന്നുണ്ട്, ഇവിടെ തമ്മിൽ ഒന്നുണ്ട്, ഇവര് തമ്മിൽ ഒന്നുണ്ട്, ഇവര് തമ്മിൽ ഒന്നുണ്ട്, അങ്ങനെ പിന്നെയും 4 എണ്ണം ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെയോ ഈ ഡയഗണലിൽ ഇരിക്കുന്ന 2 മാസം തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ഈ ഡയഗണലിൽ ഇരിക്കുന്ന 2 മാസം തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ 2 എണ്ണം കൂടെ ഉണ്ട്. മൊത്തത്തിൽ എത്ര സിസ്റ്റം ഇവിടെ ഉണ്ട്? 8ഉം 2ഉം 10 സിസ്റ്റം ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എത്ര സിസ്റ്റം ഉണ്ടെന്ന് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെ 10 ഉണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? n × n-1/2 എടുത്താലും മതി. n എന്ന് പറയുന്നത് എത്ര മാസം ഇവിടെ ഉണ്ടെന്ന്, എത്ര പേരുണ്ട്? 5 ഉണ്ട്. അപ്പൊ 5 × 5-1/2 എത്ര കിട്ടും? 5 × 4/2 വരും. ഇതും വെട്ടി ഇവിടെ 2 കിട്ടും, 10 കണ്ടോ? അപ്പോഴും കിട്ടും 10 സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷെ അത് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം നമ്മൾ പറയണം. ഒന്ന് ഈ വലിയ മാസം സെൻട്രലിൽ ഇരിക്കുന്ന മാസം, ബാക്കി കോർണേഴ്സിൽ ഇരിക്കുന്ന 4 പേര്, അത് 4 എണ്ണം. പിന്നെ ഈ കോർണേഴ്സിൽ ഇരിക്കുന്നവർ പരസ്പരം ഉണ്ടാക്കുന്ന 4 എണ്ണം, ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. പിന്നെ ഡയഗണലി ഉള്ളവർ തമ്മിൽ ഉണ്ടാക്കുന്ന 2. അങ്ങനെ മൊത്തത്തിൽ എത്ര സിസ്റ്റം ഉള്ളത്? 10 സിസ്റ്റം ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഓരോ സിസ്റ്റത്തിലുള്ളത് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ സൈഡിലുള്ളവരുടേത് കണ്ടുപിടിക്കാം. സൈഡിലുള്ളത് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? ഇത് ഒരെണ്ണത്തിന്റെ പറഞ്ഞേ, ഒരെണ്ണം സൈഡിലുള്ളതാകുമ്പോൾ ജി എം, മറ്റേത് എം അല്ലേ? എം ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? സ്ക്വയറിന്റെ സൈഡ് ഡി ആണ്, GMM/D എന്ന് കിട്ടും അല്ലെ, -GMM/D എന്ന് കിട്ടും. ഇതിന് എത്ര പേരുണ്ട്? ഇതുപോലെ 4 പേരുണ്ട്. അപ്പൊ -GMM/D, പിന്നെ ഒരു -GMM/D, പിന്നെ ഒരു -GMM/D. ഇങ്ങനെയല്ലേ പൊട്ടൻഷ്യൽ എനർജി എഴുതുന്നത്? കാരണം ഇവിടുത്തെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇവര് 4 പേരുടെ ഇടയിലുള്ളത് സെയിം ആണ്. GMM/D, ഇവിടെയും GMM/D, ഇവിടെ -GMM/D, ഇവിടെ -GMM/D. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? -GM²/D × 4 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -4GM²/D എന്ന് എഴുതാം. ഇത് സൈഡിലുള്ള 4 പേര് തമ്മിലുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഡയഗണലിൽ ഇരിക്കുന്ന 2 പേർക്ക് തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ? ആ ഡയഗണലിൽ ഇരിക്കുന്നവരുടെ തമ്മിലുള്ളത് എങ്ങനെ എഴുതാം? ഒരാളുടെ എഴുതുന്നത് എങ്ങനെയാ? ഇപ്പൊ ഈ 2 പേരെ നോക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? -GMM ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇത് ഡിയും ഇത് ഡിയും ആണെങ്കിൽ ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ √2D ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? √2D എന്ന് വരും. അങ്ങനെ 2 എണ്ണം ഇല്ല, ഇവര് തമ്മിലും ഉണ്ട്, ഇവര് തമ്മിലും ഉണ്ട്. അപ്പൊ -GMM/√2D. ഇത് എത്ര കിട്ടും? -2GM² ഡിവൈഡഡ് ബൈ √2D എന്ന് കിട്ടും. -2GM² ഡിവൈഡ് ബൈ √2D എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടുത്തെ ഈ √2 ഈ 2 വെട്ടി എത്ര കിട്ടും? -√2GM²/D എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അതും കിട്ടി. ഇനി എങ്ങോട്ടാ ഉള്ളത്? ഇനി നമ്മുടെ ഈ സൈഡിലിരിക്കുന്നവരെടുത്തു, ഇതും എടുത്തു. ഇനി ഈ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്നതില്ലേ? അതായത് ഈ ഒരു കുഞ്ഞു മാസം വലിയ മാസം തമ്മിലുള്ള എത്ര എണ്ണം ഉണ്ട്? ഇവിടുത്തെ 1, പിന്നെ എവിടത്തേക്കാ? ഈ ഒരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പൊ അതെടുക്കാം സെന്ററുമായിട്ടുള്ളത്. അപ്പൊ അതൊരെണ്ണം ഇങ്ങനെ വരും. അത് ഇത് തമ്മിൽ കൺസിഡർ ചെയ്യും. ഇതെടുത്താൽ എങ്ങനെ വരും? -G കുഞ്ഞെം ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഫുൾ എത്രയാ? √2D. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തുവാടാ? √2D/2 ആണ് അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √2D/2. അത് എത്ര കിട്ടും? D/√2 എന്ന് കിട്ടും. എത്ര കിട്ടും? D/√2. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? D/√2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് എത്ര ഉണ്ട്? ഇതുപോലെ എത്ര ഉണ്ട്? 1, 2, 3, 4. അപ്പൊ × 4, ദാറ്റ് ഈസ് -4GMM ഡിവൈഡഡ് ബൈ എന്താന്ന് വരും ഇവിടെ? D/√2. D ഇവിടെ എഴുതാം, √2 ഇവിടെ എഴുതാം. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? -4√2GMM എന്ന് എഴുതാം. ഓക്കെ അല്ലേ? -4√2GMM/D. അതാണ് ഈ സെന്ററും ഈ മാസം നമ്മൾ ഉണ്ടാക്കുന്ന 4 സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി = ഇതും ഇതും ഇതും. ഇത് കൂട്ടണം, ഇത് കൂട്ടണം, ഇത് കൂട്ടണം. എല്ലാം കൂടെ കൂട്ടിക്കേ. -4GM²/D പ്ലസ് -√2GM²/D പ്ലസ് -4√2GMM ഡിവൈഡഡ് ബൈ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? എല്ലായിടത്തും -G കുഞ്ഞെം/D കോമൺ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? -4m എന്ന് വരും. ഇവിടെ എന്ത് വരും? മൈനസ് അങ്ങ് പോകും, +4m വരും. ഇവിടെ എന്ത് വരും? +√2m എന്ന് വരും. ഇവിടെ എന്ത് വരും? ഇവിടെ +4√2 ക്യാപിറ്റൽ M എന്ന് വരും. ഓക്കെ അല്ലേ?
ഇതിനെ പിന്നെ എങ്ങനെ എഴുതാം? മൈനസ് ജി എം ബൈ ഡി ഇൻറ്റു ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? ഈ കുഞ്ഞം കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? 4+√2 ഇൻറ്റു കുഞ്ഞമ്മ പ്ലസ് എന്തെന്ന് വരും ഇവിടെ? 4√2 ക്യാപിറ്റൽ എം എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും? മൈനസ് ജി എം ബൈ ഡി ഇൻറ്റു 4+√2 എം പ്ലസ് 4√2 എം. ഓപ്ഷൻ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏത് വരും? എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇവിടെ ക്യാപിറ്റൽ എം ഉള്ളതാണ് ആൻസർ, മറ്റതും ഉണ്ട്. അപ്പൊ ഏത് ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Question number 74. Two satellites of masses m and 3m revolve around the Earth in circular orbit of radii r and 3r respectively. The ratio of orbital speeds of the satellite respectively is. അപ്പോൾ ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ എന്തോ? VO is equal to ഇക്വേഷൻ എന്തോടാ? റൂട്ട് ഓഫ് GM ഡിവൈഡഡ് ബൈ R അല്ലേ? ഇവിടുന്ന് VO is inversely proportional to എന്തെന്ന് പറയാം? 1/√R എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് V1 is directly proportional to എന്തെന്ന് പറയാം? 1/√2 R. V2 is inversely proportional to എന്ത് പറയാം? 1/√2 എത്ര R? 3R എന്നും പറയാം. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? റേഷ്യോ ഓഫ് ഓർബിറ്റൽ സ്പീഡാ കണ്ടുപിടിക്കേണ്ടത്. അതായത് V1/V2 ആ കണ്ടുപിടിക്കേണ്ടത്. V1/V2 is equal to ഇവിടുന്ന് എത്ര കിട്ടും? 1/√2 R ഡിവൈഡഡ് ബൈ 1/√3R എന്ന് വരും. ഇവിടുന്ന് ഈ √R ഉം വെട്ടിപ്പോയ V1/V2 is equal to എത്രയെന്ന് കിട്ടും? റൂട്ട് എത്രയെന്ന് കിട്ടും? 3 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. √R പോയ √3 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. The time period of a satellite revolving above Earth's surface at a height equal to r will be. അതായത് എർത്ത് സർഫസിൽ നിന്ന് എന്താണ് ഒരു ഹൈറ്റ് ചെയ്ത് r ഹൈറ്റിന് ദൂരെയാണെങ്കിലുള്ള ടൈം പീരീഡ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ എർത്ത് സർഫസ് എന്ന് ഇരിക്കട്ടെ. ഈ ഡിസ്റ്റൻസ് r ആണ്. ഇവിടുന്ന് r ഡിസ്റ്റൻസ് അകലെ. ഓക്കെ അല്ലേ? ഈ ഇതിലുള്ള എന്താണ് ടൈം പീരീഡ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഇവിടാണ് ഇത് കറങ്ങുന്നതിനുള്ള ടൈം പീരീഡ്. സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുന്നതിനുള്ള ടൈം പീരീഡ്, അതിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ അല്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് GM ബൈ R ആണ്. വെലോസിറ്റി എന്താണ്? റൂട്ട് ഓഫ് GM ബൈ R ആണ് അല്ലേ? ഇനി ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാ? 2πr. സർക്കംഫറൻസ് അല്ലേ? 2πr ഡിവൈഡഡ് ബൈ V ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 2π ഇൻറ്റു R ഇവിടെ എത്രയാണ്? ഇവിടുന്ന് എത്ര ഹൈറ്റിലായത്? ഇപ്പൊ 2R അല്ലേ? അപ്പൊ 2R സെന്ററിൽ നിന്ന് 2R ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടാം? V എന്ന് കിട്ടാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ V കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? V is equal to റൂട്ട് ഓഫ് GM ഡിവൈഡഡ് ബൈ R ആണ്. അപ്പം is equal to റൂട്ട് ഓഫ് ഇവിടെ R എത്രയാവിടെ? ഇവിടുത്തെ R എന്ന് പറയുമ്പോൾ ഇവിടെ 2R ആവും. 2R അല്ലേ ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്? 2R. GM ഡിവൈഡഡ് ബൈ 2R എന്നാവും. ഇനി നമുക്ക് GM-ന് പകരം എന്തിലിട്ട് കൊടുക്കാം? കുഞ്ഞ് ഐസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി GR² ഇട്ട് കൊടുത്തൂടെ? GM is equal to GR² എന്ന് ഇട്ട് കൊടുത്തൂടെ? കാരണം ഓപ്ഷനിലെല്ലാം ആറിന്റെ ടൈംസ് ഉണ്ട്. പിന്നെന്താണ്? G നമുക്ക് തന്നിട്ടുണ്ട് π² എന്ന്. അപ്പൊ GR² എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ റൂട്ട് ഓഫ് GR² ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? 2R എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും ഇടാ? റൂട്ട് ഓഫ് G/2R എന്ന് കിട്ടും. അല്ലെങ്കിൽ റൂട്ട് GR/2 എന്ന് കിട്ടും. ഇതിനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതിനി ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? കൊണ്ടിട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരുവാടാ? T is equal to 2π into 2R അതല്ലേ R എടുത്ത് ഡിവൈഡഡ് ബൈ വിക്ക് പകരം എന്തിട്ട് കൊടുക്കാം? റൂട്ട് ഓഫ് GR ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 2π into 2R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് G into റൂട്ട് R into ഡിവൈഡ് ബൈ റൂട്ട് 2നെ മുകളിൽ എടുക്കാം. ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 2π into 2R into റൂട്ട് 2 ഡിവൈഡഡ് ബൈ G/2 ആണെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ റൂട്ട് G എന്ന് പറയുമ്പോൾ എന്ത് വരും? പൈ എന്ന് വരും. അപ്പൊ ഇവിടെ പൈ വരും. ഇൻറ്റു എന്ത് വരും ഇവിടെ? റൂട്ട് R എന്ന് വരും. ഓക്കെ അല്ലേ? ഈ പൈയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഈ റൂട്ട് 2R ഈ റൂട്ട് R ചേർന്ന് ഇവിടെ റൂട്ട് R വരും. അപ്പൊ എന്ത് വരും? 2 into 2 എത്ര വരും? 4 വരും. 4 റൂട്ട് 2R എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 4 ഇനി അകത്ത് കയറി എന്താവും? റൂട്ട് ഓഫ് 2R ഇൻറ്റു 4 അകത്ത് വരുമ്പോൾ 16 ആവും. അപ്പൊ എന്ത് വരും? റൂട്ട് 32R എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഇവിടെ ഓപ്ഷൻ സി റൂട്ട് 32R ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്തെടുത്ത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്തുവാ? 2πr. ഇവിടുത്തെ ഈ R എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. അത് എത്ര കിട്ടി? 2R എന്ന് കിട്ടി. പിന്നെ V എന്ന് പറയുന്നത് എന്താ? ഓർബിറ്റൽ സ്പീഡ്. അത് റൂട്ട് GM/R. അവിടുത്തെ R എന്താവും? 2R എന്നാവും. അപ്പൊ റൂട്ട് GM/2R വരും. ഇവിടെ എല്ലാ ആൻസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും π² എന്നൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് GM-ന് വരെ എന്തിട്ട് കൊടുത്തു? GR² എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു.
അപ്പോൾ അവിടുന്ന് v ഈസിക്കൽ ടു റൂട്ട് ഓഫ് GR/2 എന്ന് കിട്ടി. അത് രണ്ടും എന്ത് ചെയ്തു, ഈ ഇക്വേഷന് കൊണ്ടിട്ട് കൊടുത്തപ്പോൾ ടൈം പീരീഡ് എത്ര കിട്ടിയടാ, റൂട്ട് 32 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 76. Two satellites A and B move round the Earth in the same orbit. The mass of A is twice the mass of B. അതായത് എയുടെ മാസ് എന്ന് പറയുന്നത് ബിയുടെ മാസിന്റെ ടോയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വാണ്ടിറ്റി വിച്ച് ഇസ് സെയിം ഫോർ ടു സാറ്റലൈറ്റ് വിൽ ബി. എങ്കിൽ രണ്ട് സാറ്റലൈറ്റിനും എന്താ സെയിം ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? രണ്ടിനും സെയിം ആയിട്ട് വരുന്ന ഒറ്റ ക്വാണ്ടിറ്റി കാണും. അത് എന്തുവാടാ? സ്പീഡാണ് അല്ലേ? സ്പീഡായിരിക്കും സെയിം ആയിട്ട് വരുന്നത്. കാരണം റൂട്ട് GM/r അല്ല, എം എന്തിന്റെ അല്ല, സാറ്റലൈറ്റിന്റെ എന്തല്ല, മാസ് അല്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ത് ചെയ്യില്ല, മാറത്തില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മറ്റേലെല്ലാം എന്ത് ചെയ്യും, മാസ് ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 77. If the radii of circular orbits of two satellites A and B of the Earth are 4r and r respectively. If the speed of satellite A is 3v, then the speed of satellite B will be. അപ്പോൾ v is equal to എന്താ, റൂട്ട് ഓഫ് GM/r അല്ലെങ്കിൽ v പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം, 1/√r എന്ന് പറയാം. 1/√r എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 3v പ്രൊപ്പോർഷണൽ ടു എന്ത് വരും, 1/, അപ്പോൾ ഉള്ള ഇത് എത്രയാ, സാറ്റലൈറ്റ് എയുടെ റേഡിയസ് എത്രയാ, 4r. 1/4r എന്ന് വരും. മറ്റേത് എത്ര നമുക്ക് എടുക്കാം, വി ഡാഷ് അല്ലേ, വി ഡാഷ് അതാ നമുക്ക് കണ്ടുപിടിക്കണം. വി ഡാഷ് പ്രൊപ്പോർഷണൽ ടു 1/√r എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ എടുക്കാം. ഇത് 1, ഇത് 2. വി ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, 2/1 എടുക്കാം. 2/1 എടുക്കുമ്പോൾ വി ഡാഷ് ബൈ 3v ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുവാടാ, √4r ഡിവൈഡഡ് ബൈ √r എന്ന് വരും. ഇവിടുന്ന് വി ഡാഷ് ബൈ 3v ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും, 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ, 6v എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 78. Given below are two statements. Statement 1 എന്ന് പറയുന്നത്, if E be the total energy of a satellite moving around the earth, then its potential energy will be E/2. ആണോ? ടോട്ടൽ എനർജി E ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും, U is equal to എന്താ, ടോട്ടൽ എനർജിയുടെ 2 ടൈംസ് ആ. ടോയ്സ് ദ ടോട്ടൽ എനർജി ആണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ 2E എന്നായിരുന്നു വേണ്ട. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് 1 എന്താ, ഫാൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ, ഇത് കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോട്ടൽ എനർജി E. കൈനറ്റിക് എനർജി എന്തായിരിക്കും എടാ, കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ടോട്ടൽ എനർജിയുടെ എന്തായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ് എന്താ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റും എന്താ, റോങ് ആണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താടാ, റോങ് അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 79. A satellite is orbiting just above the surface of Earth with the period t. If d is the density of the Earth and g is the universal constant of gravitation, the quantity 3π/gd represents. 3π/gd എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നമുക്കിത് എന്ത് ചെയ്യണം, ഡയമെൻഷണൽ ഫോമിൽ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഇത് നീറ്റ് 2023 ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷണൽ ഫോമിൽ വെച്ച് ചെയ്ത് നോക്കാം. 3π ഡയമെൻഷൻ എന്തുവാ, 1 തന്നെ, കോൺസ്റ്റന്റ് ആയിട്ട് 1 ഡിവൈഡഡ് ബൈ g. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്തുവാ, m⁻⁻1 L³ t⁻². ഇൻറ്റു ഡിയുടെ ഡയമെൻഷൻ എന്തുവാ, ഡി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഡെൻസിറ്റി, അതായത് മാസ് പെർ വോളിയം ആണ്. അപ്പൊ മാസ് ഡിവൈഡ് ബൈ വോളിയം വരും. അത് എന്ത് വരും, മാസ് ബൈ L³ എന്ന് വരും, ml⁻³ എന്ന് വരും. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം, ml⁻³ ഈ l⁻³ l⁻³ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. m⁻1 എമ്മും ക്യാൻസൽ ആയി പോകും. ഇത് എന്ത് വരും ഇവിടെ, 3π/gd = 1/t⁻² എന്ന് വരും. t⁻² മുകളിൽ പോയി എന്ത് വരും, t² എന്ന് വരും. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആണ്, t² ഈക്വൽ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ അല്ലേ? Question number 18. Let g be the acceleration due to gravity at Earth's surface and k be the rotational kinetic energy of the Earth. Suppose the Earth radius decreases by 2%, keeping all other quantities same, then എങ്കിൽ എന്താണ്, എല്ലാ ക്വാണ്ടിറ്റീസ് സെയിം ആയിട്ട് വയ്ക്കുക, റേഡിയസ് മാത്രം എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. എത്ര ശതമാനം, 2%. എങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതുപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എങ്ങനെ ചേഞ്ച് ആകുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ g = ഇക്വേഷൻ എന്തോ, gm/r² എന്നാണ് അല്ലേ. അപ്പൊ g ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, r² ആണ്. അപ്പൊ ഇവിടുന്ന് ΔG/g × 100 = എങ്ങനെ പറയാം, നമുക്ക് 2 × ΔR/r × 100 എന്ന് പറയാം. പറഞ്ഞൂടെ, പറയാം. ΔR/r × 100 എത്രയാ, 2 ആണ്. അപ്പൊ 2 × 2 = എത്ര കിട്ടും, 4% എന്ന് കിട്ടും. 4% എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ, 4% ഇൻക്രീസ് ചെയ്യുക. കാരണം ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ. അപ്പൊ 4% ഇത് കുറയ്ക്കുമ്പോൾ മറ്റേത് എന്ത് ചെയ്യും, കൂടും.
അപ്പോൾ ഇവിടെ എന്തോ വരുന്നത് ജി ഇൻക്രീസസ് ബൈ 4% ആണ് ഫസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ആൻസർ കിട്ടിയത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി കെയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, കെ എടുക്കുകയാണെങ്കിൽ കെ അതായത് ഇവിടുന്ന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കെ ഈസിക്കൽ ടു ഇക്വേഷൻ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i, അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടുന്ന് ഐ എന്ന് പറയുന്നത് എന്തോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ എം ആർ സ്ക്വയർ അല്ലേ. അപ്പം കെ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അവിടെ എന്ത് വരും ആർ സ്ക്വയർ എന്ന് വരും. അപ്പൊ കെയും എന്ത് ചെയ്യടാ ഇതേ സെയിം മെത്തേഡ് വഴി എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യും 4% ഇൻക്രീസ് ചെയ്യും. അപ്പം ഏത് വരും ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ജി ഇൻക്രീസസ് ബൈ 4% ആൻഡ് കെ ഇൻക്രീസസ് ബൈ 4%. ഓക്കെ അല്ലേ?